ഇത്തവണത്തെ CBSE ജില്ലാ ശാസ്ത്രമേള ശനിയാഴ്ച മലപ്പുറം ഊരകം സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനം രാവിലെ 9 മണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി രവീന്ദ്രൻ നിർവഹിക്കും. ശാസ്ത്രരംഗത്തെ കുട്ടികളുടെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ ശാസ്ത്രമേള നടത്തുന്നത്. ഈ ജില്ലാ ശാസ്ത്രമേള 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത്. പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള CBSE സ്കൂളുകളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രമേള നടക്കുന്നത്. ഓരോ തലത്തിലും നമ്മൾ ഓരോ തീം കൊടുത്തിട്ടാണ്, ആശയങ്ങൾ കൊടുത്തിട്ടാണ് നടത്തുന്നത്. ഭക്ഷണം, ആരോഗ്യം, ശുചിത്വം എന്നതാണ് ഒന്നാമത്തെ കാറ്റഗറിയുടെ ഒരു തീം എന്ന് പറയുന്നത്. രണ്ടാമത് വിദ്യാർത്ഥി സുരക്ഷയിൽ ശാസ്ത്രീയ സമീപനങ്ങളാണ്. മൂന്നാമത് ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രൈമറി തലമാണ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. കാറ്റഗറി 2 എന്ന് പറയുന്നത് മിഡിൽ സ്കൂളാണ്, അതായത് നമ്മുടെ UP തലം എന്ന് പറയാൻ പറ്റും. മൂന്നാമത് എന്ന് പറയുന്നത് ഹൈസ്കൂൾ തലമാണ്, സെക്കൻഡറി തലം. അവിടെ ദൈനംദിന ജീവിതത്തിലെ സാങ്കേതിക വിദ്യ, ടെക്നോളജി, ഡെയിലി ലൈഫ്. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സീനിയർ സെക്കൻഡറി ആണ്. സീനിയർ സെക്കൻഡറി തലത്തിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ, ബഹിരാകാശ പര്യവേഷണമാണ് ടോപ്പിക്. ശാസ്ത്രമേളയിൽ സാധാരണ കണ്ടുവരുന്നത് പോലെയുള്ള ഒരുപാട് ഇനങ്ങളുണ്ട്. സ്റ്റിൽ മോഡല്, വോക്കിംഗ് മോഡല്, പ്രോജക്റ്റുകൾ, കൂടാതെ സാമൂഹ്യ ശാസ്ത്രവുമായി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ലോക്കൽ ഹിസ്റ്ററി റേറ്റിംഗ്, മലപ്പുറത്തിന്റെ സ്കൂളുകളും പരിസരങ്ങളും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഹിസ്റ്ററി എഴുതുന്ന ലോക്കൽ ഹിസ്റ്ററി കോമ്പറ്റീഷൻ ഉണ്ട്. കൂടാതെ പോസ്റ്റർ മേക്കിംഗ് ഉണ്ട്, ശാസ്ത്ര പോസ്റ്റർ പ്രദർശനം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെക് ടോക്ക് എന്ന് പറയുന്ന ടെക്നോളജിയും ശാസ്ത്ര പ്രഭാഷണവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇംഗ്ലീഷ് പ്രസംഗ മത്സരമുണ്ട്. ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്, ശാസ്ത്ര ക്വിസ് ഉണ്ട്. 4 കാറ്റഗറികളിലായി പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള ജില്ലയിലെ 22 CBSE സ്കൂളുകളിൽ നിന്നുള്ള 1100 വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കും. ഭക്ഷണം, ആരോഗ്യം, ശുചിത്വം, വിദ്യാർത്ഥി സുരക്ഷ, ശാസ്ത്രീയ സമീപനം, ദൈനംദിന ജീവിതത്തിലെ സാങ്കേതിക വിദ്യ, ബഹിരാകാശ പര്യവേഷണം എന്നീ വിഷയങ്ങളിലാണ് ശാസ്ത്രമേള നടക്കുന്നത്. NGI ഒറ്റപ്പാലം, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, മലപ്പുറം പ്ലാനറ്റോറിയം, സഹകരണ സ്പിന്നിംഗ് മിൽ മലപ്പുറം, വെർട്ടെക്സ് റോബോട്ടിക്സ് ടീം, എയറോനോട്ടിക് എഞ്ചിനീയറിംഗ്, ഡ്രോൺ ടെക്നോളജി, വിവിധ സ്റ്റാർട്ടപ്പുകൾ, ഓട്ടോമൊബൈൽ, AC, റെഫ്രിജറേഷൻ മേഖലയിലെ ടീമുകൾ എന്നിവരുടെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രശസ്ത ശാസ്ത്ര ഗവേഷകൻ ഡോക്ടർ CC ഹരിലാൽ കാർബൺ ഓഡിറ്റ്, റിസർച്ച് മേഖലകളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി MLA വിജയികൾക്കുള്ള അവാർഡ് ദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻപീടിക്കൽ, ട്രഷറർ VM മനോജ്, ശാസ്ത്രമേള ജനറൽ കൺവീനർ ഫാദർ ഡോക്ടർ തോമസ് ജോസഫ്, അൽഫോൻസ പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പകണ്ടത്തിൽ, സഹോദയ സെന്റ് അൽഫോൻസ സ്കൂൾ PTA പ്രസിഡന്റ് ജോളി അഗസ്റ്റിൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, ഷവർമ, വിവിധതരം ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.